എങ്ങോട്ടാ പോണേ? വീഴല്ല. ഇങ്ങോട്ടേ പോണേ. എങ്ങോട്ടാ പോണേ? വീഴല്ല. എന്തിനു പോണേ? കറങ്ങാൻ പോണേ. പാപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അസുഖമായിരുന്നു. പാപ്പുട്ടന് അസുഖമായിരുന്നു. അതിന് ശേഷം പിഴലയിൽ കറങ്ങാൻ പോകുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാപ്പിയും കുഞ്ഞിയും. എല്ലാവർക്കും സുഖമല്ലേ? പാപ്പുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗും ഹോസ്പിറ്റൽ വ്ളോഗും എല്ലാം കൂടി ഒരെണ്ണമില്ലായിരുന്നോ? അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കാണണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ പാപ്പുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എവിടെ പോകാൻ പറ്റിയില്ല കേട്ടോ, ഹോസ്പിറ്റലായിരുന്നല്ലോ. അതുകൊണ്ട് വെറുതെ ഒന്ന് കൊച്ചിനെയൊക്കെ ആയിട്ട് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പിഴയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. നിറയെ കുളവാഴ പൂത്ത് നിൽക്കണേ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പാപ്പു അത് കണ്ടിട്ട് പാപ്പുവിന് അത് എന്താണെന്നൊന്നും അറിയത്തില്ലേ. അപ്പോൾ അവൻ ചോദിക്കായിരുന്നു, ഇതാണോ നീലക്കുറിഞ്ഞിന്ന്. എവിടെയാ വന്നേക്കണേ? ഇഷ്ടാണോ? ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതെന്നതായത് ഇഴലയിലെ സേവിയേഴ്സ് ഫാമിലാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. അങ്ങോട്ടേക്ക് കയറാൻ എൻട്രി ഫീ ഉണ്ട്. 20 റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ. അത് വേർത്തായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്ലേ ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കയറാം. ഈ 20 റുപ്പീസ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല പാരൻസിനോ ബാക്കി അവിടെ കുട്ടികളുടെ കൂടെ പോകുന്ന എല്ലാവർക്കും നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറും ആണ് അവിടെ. പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മാത്രമല്ല അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കഫേയും അവിടെ ഉണ്ടായിരുന്നേ. പെഡൽ ബോട്ടിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ അതിന് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പേ ചെയ്യണേ. പാപ്പു അല്ല, പാപ്പിനോട് കൊള്ളാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളിലേക്ക്. രണ്ട് പാലമൊക്കെ കിടന്ന ഇതിലൂടെയുള്ള ഇങ്ങനെ നടപ്പ് അത് ഭയങ്കര രസമുള്ളതായിരുന്നേ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഇക്കാക്കായും ഒക്കെ ബോട്ടിങ്ങിന് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നേ. പക്ഷെ കുഞ്ഞ് എന്ത് ചെയ്താൽ സമ്മതിക്കില്ലായിരുന്നു. കാരണം കുട്ടികൾക്കായിട്ടുള്ള ആ ഒരു ചെറിയ പാർക്ക് പോലെ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതോടുകൂടി ഞങ്ങൾ ബോട്ടിങ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ലാസ്റ്റ് കുഞ്ഞിക്ക് കീഴടങ്ങി പാർക്കിലോട്ട് തന്നെ പോയി. കളിക്കുന്ന സ്ഥലമാണോ? ഇഷ്ടമാണ് അവിടെ? അഭിപ്രായമല്ല, ഇതിൻ്റെ അത് കയറി കഴിഞ്ഞിട്ട് അഭിപ്രായം കുഞ്ഞാപ്പിയോട് കളിപ്പിക്കണം. എന്താണ് മാസ്ക് ഒക്കെ വെച്ച
ആകാശത്തേറിയിക്കണ ആരാണ് ഇവിടെ? മാസ്ക് ഒന്ന് മാറ്റിക്കേ, മാസ്ക് ഒന്ന് മാറ്റിക്കേ നോക്കട്ടെ. ശരിക്കും മുറുക്ക പിടിക്കും കുഞ്ഞാപ്പി. ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് എത്തിയാൽ ഒരു രാത്രി വരെ നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ പോയ ദിവസം സൺഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? പാപ്പ തെങ്ങ കയറുണ്ടോ? ആ അതെ അതെ. കുഞ്ഞാക്ക് എന്നാ വേണ്ടേ? കുഞ്ഞാരിക്ക് എന്നാ വേണ്ട? കുഞ്ഞാരിക്ക് എന്നാ വേണ്ട? ഐസ്ക്രീം. ഐസ്ക്രീം ഏത് ഐസ്ക്രീം കുഞ്ഞാ? അവിടെ പോയി ഏത് ഐസ്ക്രീം കുഞ്ഞാ? പഴംപൊരിയുടെ ഒരു മണാത് കോൺ ഐസ്ക്രീം കുഞ്ഞു ഭാവിക്ക്. കുഞ്ഞിയുടെ ഐസ്ക്രീം കിട്ടാത്തതിന്റെ പിണക്കത്തിലാണ് കേട്ടോ കുഞ്ഞാ. തമാശ പറയുന്നുണ്ട് കപ്പ തിന്നണമെന്ന് പറഞ്ഞ് കൊച്ചിനെ പറ്റിക്കരുത്. തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. തുറന്നു നോക്കാനോ? ആചാരത്താ പപ്പ ശരിയായിരിക്കും. ഞാൻ ക്ലിയറായോ? പപ്പാക്കില്ലേ ഐസ്ക്രീം? വേണ്ട വേണ്ട വേണ്ട. നീയാണോ തീരുമാനിക്കണേ? എനിക്കിഷ്ടം. പപ്പാക്ക് ഇഷ്ടമല്ല.
ഇരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കുറേ എൻ്റർടൈൻമെൻറ്റുകൾക്കൊക്കെ ശേഷം ഞങ്ങൾ പെരിലയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ സ്ഥിരം പോകാറുള്ള വൃന്ദാവൻ ഹോട്ടലിലോട്ട് വിട്ടു. അവിടെയാണ് നമ്മുടെ ഫുഡ് അടി കേന്ദ്രം മെയിൻ. കയ്യിലെ മൈലാഞ്ചിയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ല. ആ കയ്യൊന്ന് കാണിച്ചേ നോക്കട്ടെ. അടിപൊളി, സൂപ്പർ. പപ്പാടെ ബട്ടർ ഇഡലി, ബട്ടർ പൊടി തട്ടിഡലി. ടേസ്റ്റാ കാണിച്ചപ്പണി. മുജിയത് അങ്ങനെ തന്നെ എടുക്കാറുണ്ട്. ചേട്ടാ പട്ടൂര പഴന്തുണി പോലെ. പട്ടൂര വന്നപ്പോ നല്ല പൊങ്ങിയിരിക്കാറുണ്ട്. പാപ്പുട്ട ഇതെന്താണ്? സാമ്പാറുണ്ട്. ഏതാ ഇത്? വെള്ളച്ചമ്മന്തിയാണ്, ടൊമാറ്റോ ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, നല്ല ദോശയുണ്ട്. ഇവിടത്തെ പ്രത്യേകത അല്ലേ, ഭട്ടൂരയുടെ കൂടെ നല്ല കച്ചമ്പറ്, ഭയങ്കര ടേസ്റ്റാണ്. സ്റ്റാറിട്ട ചായ. കാക്ക ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലേ? ചമ്മന്തി സാമ്പാറാണോ? ചമ്മന്തിയൊന്നും വേണ്ട. സാമ്പാർ. ഉറക്കം വന്നണ്ട. ഞങ്ങളുടെ കുഞ്ഞുമാവയ്ക്ക് ഉറക്കം വന്നണ്ട. ഉറക്കം വന്നുകൊണ്ട് ദോശ തിന്നുന്ന കുഞ്ഞാപ്പി കിളി പോയ പോലെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേഷ്യപ്പെട്ടിരിക്കണ്ട. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.